ഉത്തമഗീതം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളനായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞ് ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. സുരഭിലമായ വീഞ്ഞ് ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബദ്രമീം കവാടത്തിന് അരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവിലെ രക്താംബരം പോലെയാണ് നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോകുന്നത്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്, എത്ര ഹൃദയഹരണിയാണ്! ഈന്തപ്പന പോലെ പ്രൗഢിയറ്റവളാണ് നീ. നിന്റെ സ്ഥലങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിൻ്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റെതുപോലെയും സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അധരങ്ങളുടെയും ദന്തങ്ങളുടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെയായിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരി പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ ഭ്രമം പകരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഉത്തമഗീതം 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ, പുറത്തു വച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. ആരും എന്നെ നിന്ദിക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതള നാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയണയായിരുന്നെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ ഭ്രമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ആത്മനാഥനെ, ചാരി വിജന പ്രദേശത്ത് നിന്ന് വരുന്ന ഇവൾ ആരാണ്? മണവാളൻ, ആപ്പിൾ മര ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിന്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഭ്രമം മരണത്തെ പോലെ ശക്തമാണ്. അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് ബ്രഹ്മാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. ഭ്രമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. നമുക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട്, അവളുടെ സ്ഥലങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളി ഗോപുരം പണിയാമായിരുന്നു. അവളൊരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട് കതകുണ്ടാക്കാമായിരുന്നു. ഞാനൊരു മതിലാണ്, സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾ. അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാവട്ടെ എൻ്റേത് മാത്രമാണ്. സോളമൻ നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ.
ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഞാനും അത് കേൾക്കട്ടെ. എൻ്റെ പ്രിയനെ, വേഗം വരിക. സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെ പോലെയോ ചെറുമാൻ പേടയെ പോലെയോ വേഗം വരിക.